ജോഷി കുര്യൻ ഇടുക്കിയിലായിരുന്നു. ഇടുക്കി മിടുക്കിയായി മാറുമോ എന്നുള്ള ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നിലവിൽ മിടുക്കിയായിരുന്നോ ഇടതുപക്ഷം പറയുന്നത് പോലെ എന്ന ചോദ്യം കൂടിയുണ്ട്. ഒരു UDF സ്വഭാവം ഉണ്ടായിരുന്ന പാർലമെന്റിൽ UDFന് അനുകൂലമായി പരമ്പരാഗതമായി നിൽക്കുന്ന ഒരു മണ്ഡലം, അവിടെ സ്വതന്ത്ര പരീക്ഷണങ്ങൾ മാത്രമേ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടേ ഉള്ളൂ. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് തൊടുപുഴ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. BJP പല പോക്കറ്റുകളിലും കടന്നു കയറാനുള്ള ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ഈ പോളിംഗ് ശതമാനം ഈ വിധത്തിൽ മാറുന്നതിനൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് വളരെ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞ ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം അജയനായി തന്നെ തുടരുന്ന റോഷി അഗസ്റ്റിന് പോലും അവിടെ ഐക്യമുന്നണി നൽകിയിരുന്നല്ലോ. ഇടുക്കിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഫസ്റ്റ് പിക്ചർ എന്താണ് ജോഷി കുര്യൻ? ഇടുക്കിയിൽ പോളിംഗ് ശതമാനം ഉയർന്നു എന്നുള്ളത് ശരിയാണ് ബിനിൽ. പക്ഷേ ഒരു കാര്യമുള്ളത്, അത് SIR വന്ന, നേരത്തെ സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ SIR നിന്ന് ഒരുപാട് SIR പരിഷ്കരണത്തോടുകൂടി ഒരുപാട് വോട്ടർമാർ വോട്ട് വെട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു പോയിട്ടുണ്ട്. പീരുമേട്ടിൽ മാത്രം ഏതാണ്ട് 16,000 വോട്ടർമാരാണ് കുറഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെ ആ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് സ്വാഭാവികമായും ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തെ ഉയർത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളോ അല്ലെങ്കിൽ പേര് മാറ്റാത്ത വോട്ടുകളോ ഒക്കെ വോട്ടർ പട്ടികയിൽ കിടക്കുകയും അതിൻ്റെ ആ കണക്കാക്കി നമ്മൾ വോട്ടിംഗ് ശരാശരി കണക്കാക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോകുന്നത്. പക്ഷേ ഇത്തവണ ഈ എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് 10,000, 12,000, 15,000 ഒക്കെ വെച്ചിട്ട് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൂടി കണക്കാക്കുമ്പോഴാണ് ഒരുപക്ഷെ ഈ വോട്ടിംഗ് ശതമാനം ഉയർന്നത് എന്ന് കണക്കാക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇടുക്കിയുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി 4 LDF ആണ് നേടിയിരുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് അത് പൊന്നുപോലെ UDF കരുതിയിരുന്നതാണ്. അത് തൊടുപുഴയാണ്, PJ ജോസഫിന്റെ തൊടുപുഴയാണ്. ബാക്കിയെല്ലാം ഇടുക്കി ആയാലും ദേവികുളമായാലും പീരുമേടായാലും ഉടുമ്പൻചോലയായാലും ഒക്കെ തന്നെ അടുത്ത് ഇടതു മുന്നണിയുടെ കയ്യിലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കണ്ട ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് കുറച്ചുകൂടി ഒരു മാറ്റം ഉണ്ടാകുന്നു. ഞാൻ കരുതിയിരുന്നത്, കാരണം ഞാൻ നമ്മുടെ ഇലക്ഷൻ സർവേയുടെ തുടക്കത്തിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് റോഷി അഗസ്റ്റിന് ഇടുക്കിയിൽ വളരെ കൃത്യമായി ജയം നേടും എന്നുള്ളതായിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ അസസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ മുഖത്തേക്ക് ഇടുക്കിയിലേക്ക് വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ. കുറച്ചുകൂടി ഒരു കടുത്ത ടൈറ്റ് ഫൈറ്റ് ഇടുക്കിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ടൈറ്റ് ഫൈറ്റിന്റെ ഒന്നാമത്തെ കാരണം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷം ബിനിൽ പറഞ്ഞതുപോലെ തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നു എന്നുള്ളതാണ്. കൈപ്പത്തി എന്ന് പറയുന്നത് ഇടുക്കിയുടെ മണ്ണിൽ വലിയൊരു വികാരമാണ്. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ ഇടുക്കിക്കാരനല്ലാത്ത, അതായത് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടാത്ത തൊടുപുഴയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് എന്ന സ്ഥാനാർത്ഥി വരുമ്പോഴും റോയ് കെ പൗലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ മണ്ഡലം തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇടുക്കിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ റോഷി അഗസ്റ്റിന് നൽകിയിരുന്ന ഒരു വലിയ വിജയ മുൻതൂക്കം ഉണ്ടല്ലോ, ആ വിജയ മുൻതൂക്കത്തെ പിടിച്ചു കെട്ടാൻ സ്വാഭാവികമായും റോയ് കെ പൗലോസിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇടുക്കി മണ്ഡലത്തിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് വോട്ടർമാരും ഒക്കെ ആയിട്ട് കണ്ടിരുന്നു, പല ആളുകളെയും പല കോണുകളിൽ പല വശങ്ങളിൽ നിന്ന് പല ആളുകളെയും കണ്ടിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ തന്നെ അവർ പറയുന്ന റോഷി ഒരു 10-25 കൊല്ലമായില്ലേ, ഒരു മാറ്റമായിക്കോട്ടെ എന്നൊരു തോന്നൽ പല ആളുകളിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പ്രതിഫലിച്ചാൽ, അങ്ങനെ ഒരു പ്രതിഫലനം ഉണ്ടായാൽ സ്വാഭാവികമായും റോഷിയെ കടത്തിവിട്ടാൻ ഒരുപക്ഷെ റോയ് കെ പൗലോസിന് കഴിയേക്കും. പക്ഷേ അപ്പോഴും ഇടതു മുന്നണി ഇടുക്കിയിൽ വലിയ തോതിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് ഞാൻ പല പോളിംഗ് ബൂത്തുകളിൽ നിൽക്കുമ്പോഴും വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്ന പലരെയും കൂട്ടിക്കൊണ്ട് പലരും വരുന്ന കാഴ്ചകളും കണ്ടിരുന്നു. എന്തായാലും ഇടുക്കി മണ്ഡലം വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ദേവികുളവും പീരുമേടും അല്ലെങ്കിൽ ഉടുമ്പൻചോലയും ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം അവിടെയൊക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായി മണ്ഡലങ്ങളുടെ പൊതുചിത്രത്തിലേക്ക് വരണം. അതിനു മുൻപ് ഈ ഫസ്റ്റ് ടേക്കിൽ കേരളത്തിന്റെ ഒരു പൊതു ചിന്താഗതി സുജയ പറഞ്ഞതുപോലെ എങ്ങനെയായിട്ടുണ്ടാകും എന്നാണ് ജോഷിക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. ഗ്രൗണ്ടിലേക്ക് നേരിട്ടിറങ്ങി നമ്മൾ നടത്തിയ ഒരു അസസ്മെന്റിൽ ഒരു പൊതു പിക്ചർ അത് ഇടുക്കിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ ഒരു പൊതു പിക്ചർ, കേരളത്തിന്റെ പൊതുപിക്ചർ സ്വാഭാവികമായും ഇടുക്കിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇടതുമുന്നണിയുടെ തേരോട്ടത്തിന് സ്വാഭാവികമായും ഇത് നിലവിലുള്ള 4-1 പകരമായി കൂടുതൽ സീറ്റുകൾ സ്വാഭാവികമായും ഇത്തവണ UDFന് ഇവിടേക്ക് കൈവരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല.
പക്ഷെ സർക്കാരിനോടൊരു മതിപ്പ് രാജ്ദീപ് സർദേശായി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു ഫതീഖ്, ഒരു മടുപ്പ് സ്വാഭാവികമായും ഇടത് സർക്കാരിനോട് ഉണ്ടായിട്ടുണ്ട്. 10 വർഷമായില്ലേ, ഇനി ഒരു മാറ്റം ആയിക്കൂടെ എന്നൊരു ചിന്ത ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു മാറ്റം വന്നാൽ ഒരുപക്ഷെ അതൊരു മറ്റൊരു മാറ്റത്തിന് കാരണമായേക്കും എന്നൊരു ചിന്ത വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. ഇടത് മുന്നണിയിൽ തന്നെ, CPM-ൽ തന്നെ താഴെ തട്ടിലേക്കുള്ള പ്രവർത്തകരിൽ പോലും സ്വാഭാവികമായും ഒന്ന് മാറിക്കോട്ടെ, എങ്കിലേ പാർട്ടി എങ്കിലും നിലനിൽക്കൂ, പാർട്ടി കൂടുതൽ കരുത്താകൂ, ഭരണത്തിലിരുന്നാൽ പാർട്ടി പലപ്പോഴും പ്രതിരോധത്തിലായി പോകുന്നു എന്നൊരു തോന്നൽ സാധാരണക്കാരായ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളിൽ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാറ്റത്തിന്റെ ലാഞ്ചന സ്വാഭാവികമായും ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അത് ഇടുക്കിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പൊതുചിത്രത്തിൽ പ്രത്യേകിച്ചും ഇന്നത്തെ പോളിംഗ് പെർസെന്റേജ് കൂടി കാണുമ്പോൾ ആ ഒരു മാറ്റത്തിന്റെ ലാഞ്ചന സ്വാഭാവികമായും കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബെനിൽ.